ഹലോ വെൽക്കം ബാക്ക് ടു യമ്മി മലബാർ. ഇന്ന് ഞാനൊരു കേക്ക് ഡിസൈൻ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. തുടക്കക്കാർക്ക് പോലും ഈസി ആയിട്ട് നല്ല പെർഫെക്ഷനോട് കൂടിയിട്ട് നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പം നമുക്ക് ഒട്ടും താമസിയാതെ വീഡിയോയിലേക്ക് പോയാലോ. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു കേക്ക് നമുക്ക് ടോളായിട്ടില്ല, സാധാരണ 1 kg കേക്ക് 8 ഇഞ്ചിൽ ബേക്ക് ചെയ്തെടുത്ത കേക്കാണിത്. ടോളായിട്ട് ചെയ്യുമ്പം നമ്മൾ 6 ഇഞ്ചിൻ്റെ അല്ലാന്നുണ്ടെങ്കിൽ 5 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിൽ 2 തവണയായിട്ട് ബേക്ക് ചെയ്തിട്ട് വേണം ടോളായിട്ടുള്ള 1 kg ചെയ്തെടുക്കാനായിട്ട്. ഇത് നോർമലായിട്ടുള്ള കേക്കിൻ്റെ ഡയമീറ്ററാണ് 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിൽ വെച്ചിട്ട് ചെയ്തെടുത്തത്. അപ്പോൾ ഞാൻ സാധാരണ കേക്ക് പെട്ടെന്ന് ഷാർപ്പഡ്ജായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടാണ് കേട്ടോ ഡെക്കറേറ്റ് ചെയ്യാറ്. ഇതേപോലെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ക്രീം മുഴുവനായിട്ട് സ്പ്രെഡ് ആക്കിയതിന് ശേഷം പിന്നീട് ഞാൻ ഒരേപോലെ അങ്ങ് ലെവൽ ചെയ്തെടുക്കുകയാണ് ചെയ്യാറ്. പാലറ്റ് നൈഫോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്ക്രേപ്പർ വെച്ചിട്ട് ചെയ്തെടുക്കാറാണ് പതിവ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഐസിങ് കഴിയും, നല്ല ഈസിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ തുടക്കം മുതലേ കേക്ക് ചെയ്ത് പഠിക്കുമ്പോൾ തന്നെ ഇങ്ങനെയാണ് ചെയ്തത്. എനിക്കിതാണ് ഒന്നും കൂടെ ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത്. അല്ലാതെ ഞാൻ ചെയ്യാറുണ്ട്, പക്ഷേ പെട്ടെന്ന് തിരക്കുള്ള സമയമൊക്കെ ഇങ്ങനെയാണ് കൂടുതലും കേക്ക് ഞാൻ ഐസിങ് ചെയ്ത് തുടങ്ങാറ്. അപ്പോൾ നമ്മൾ കേക്ക് ഇവിടെ ഐസിങ് ചെയ്ത് തുടങ്ങുമ്പം നമ്മൾ മുകൾ ഭാഗം ആദ്യം അങ്ങ് ലെവൽ ചെയ്ത് തുടങ്ങണം. എന്നിട്ട് സൈഡിലോട്ട് മാറിയാൽ മതി. എന്നിട്ട് സൈഡ് നമ്മളിങ്ങനെ സ്ക്രേപ്പ് ചെയ്ത് വരുമ്പം ആ ഒരു സൈഡെല്ലാം ഇങ്ങനെ ക്രീം കുറവുള്ള ഭാഗത്തൊക്കെ ക്രീം ഫില്ല് ചെയ്തിട്ട് വൈപ്പ് ചെയ്ത് എടുക്കുക. ഇതേപോലുള്ളൊരു സ്ക്രേപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് സൈഡ് വശമൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് നന്നായിട്ട് നല്ല സ്മൂത്ത് ആക്കി എടുക്കാനും കേക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഷാർപ്പഡ്ജിലോട്ട് മാറ്റാനൊക്കെ പറ്റും. ഈ ഒരു സ്ക്രേപ്പറും ഈ ഒരു പാലറ്റ് നൈഫും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കേക്ക് ഇവിടെ ഐസിങ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. സൈഡ് വശം സ്മൂത്തായി വന്നു കഴിഞ്ഞാൽ ഇതേപോലെ മുകളിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ടാവും. അത് ഈ ഒരു പാലറ്റ് നൈഫ് വെച്ചിട്ട് പതിയെ അങ്ങ് വൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് കേക്കിൻ്റെ ഡെക്കറേഷനിലോട്ട് കടക്കാം. ഈ ഒരു പാലറ്റ് നൈഫ് വെച്ചിട്ട് നമുക്ക് സൈഡ് വശം ഈ ഒരു പാലറ്റ് നൈഫിൻ്റെ ഈ ഒരു എഡ്ജ് ഭാഗം വെച്ചിട്ട് ഈ സൈഡ് ഭാഗം വെച്ചിട്ട് പതിയെ അങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വൈപ്പ് ചെയ്യുക, പ്രസ് ചെയ്യുക, അങ്ങനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിങ്ങനെ വെറും ഇങ്ങനെ ലൈൻസായിട്ട് ഇട്ട് വരുമ്പം കേക്കിൻ്റെ ആ ഒരു സൈഡ് വശം അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. അപ്പം ഞാൻ ആദ്യം ഇങ്ങനെ ലൈൻസ് ഇട്ടപ്പം ഒരു സുഖം തോന്നിയില്ല. അപ്പം അതുകൊണ്ട് ഇങ്ങനെ ലൈൻ ഇട്ടതിന് ശേഷം പതിയെ ഒന്ന് വൈപ്പ് ചെയ്തിട്ട് വീണ്ടും ലൈൻ ഇടുക. അപ്പം അങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യുമ്പം നല്ല ഡിസൈനായിട്ട് നമുക്ക് കിട്ടും. പിന്നെ ഈ ഒരു ഡിസൈൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തുടക്കക്കാരൊക്കെ ആണെങ്കിൽ കേക്ക് നമുക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ട് ഷാർപ്പഡ്ജ് ആക്കി എടുക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ ഷേപ്പ് ചെയ്തെടുക്കാനൊന്നും പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഡിസൈനൊക്കെ അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം. നല്ല പെർഫെക്ഷനും കേക്കിന് വരികയും ചെയ്യും, എന്നാൽ കാണാൻ നല്ല എലഗൻറ്റ് ലുക്കുമാണ്. അപ്പം ഇതേപോലെ തന്നെയാണ് ആ ഒരു ഓയിൽ ബ്രഷ് വെച്ചിട്ടുള്ള കേക്ക് ഡിസൈനും നമ്മുടെ ചാനലിൽ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അപ്പോൾ ഇങ്ങനെ പാലറ്റ് നൈഫ് വെച്ചിട്ട് നമുക്ക് ചുറ്റിലങ്ങ് ഡിസൈൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മളിത് ഇങ്ങനെ വേണം പാലറ്റ് നൈഫ് വെച്ചിട്ട് ചെയ്യാനായിട്ട്. ലൈൻസ് മാത്രമായിട്ട് ഇട്ട് കൊടുക്കുമ്പം ഒരു പെർഫെക്ഷൻ നമുക്ക് കിട്ടില്ല. ലൈൻസ് എല്ലാം ഇങ്ങനെ വൃത്തികേടായിട്ടാവും വരിക. അപ്പോൾ ഇതേപോലെ നമുക്കങ്ങ് പതിയെ ചെയ്ത് കൊടുക്കാം. കുറച്ച് ലൈൻസ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പാലറ്റ് നൈഫ് ഒന്നങ്ങ് ക്ലീൻ ചെയ്ത് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വൈപ്പ് ചെയ്ത് വന്നിട്ടുള്ള ആ ഒരു ക്രീമെല്ലാം അതിന്മേൽ തട്ടിയിട്ട് ആ ഒരു സൈഡ് ഭാഗം അത്ര ഭംഗി ഉണ്ടാവില്ല കാണാനായിട്ട്. നിങ്ങളിത് ചെയ്ത് തുടങ്ങിയാൽ നിങ്ങൾക്കിത് മനസ്സിലാകും. അപ്പോൾ ഇതേ സൈഡ് വശം നമ്മൾ മുഴുവനായിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഫ്ലവേഴ്സ് കൂടി വെച്ച് കൊടുക്കണം. നല്ല സിമ്പിളായിട്ടുള്ള ഒരു കേക്ക് ഡിസൈനാണ് കേട്ടോ ഇത്. കസ്റ്റമർ ഇങ്ങനെ കളർ മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ എൻ്റെ ഒരു ഐഡിയ അനുസരിച്ചിട്ട് ബാക്കിയുള്ള ഡെക്കറേഷനും കാര്യങ്ങളെല്ലാം ചെയ്തു. ഒരു 3 ഫ്ലവറും പിന്നെ അതേപോലെ തന്നെ ബോർഡറായിട്ട് ക്രീം വെച്ചിട്ട് കൊടുക്കാതെ ഇതേപോലെ റിബൺ വെച്ചിട്ട് അങ്ങ് ചെയ്തെടുക്കുകയാണ്.
പിന്നെ അവസാനമായിട്ട് നമ്മൾ കുറച്ച് സിൽവർ ഷുഗർ ബോൾസും കൂടി ഇതിൻ്റെ മുകളിലായിട്ടും സൈഡിലായിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കേക്കിൻ്റെ ലുക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഈ ഒരു കേക്ക് ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ പേരെല്ലാം എഴുതാനുണ്ടെങ്കിൽ ഈ ഒരു കേക്കിൽ ഫോണ്ടൻറ്റ് വെച്ചിട്ട് നമ്മളിങ്ങനെ പേര് എഴുതുന്നതാവും നല്ലത്. അപ്പോഴാണ് കേക്ക് കാണാനായിട്ട് നല്ലൊരു കംപ്ലീറ്റ് ലുക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്നും പറയുന്ന പോലെ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്തേക്കണേ. താങ്ക്